നമ്മളങ്ങനെ നടന്നെത്തിയിരിക്കുന്നത് ഗെത്സമേൻ തോട്ടം. ബൈബിളിലൊക്കെ പറയുന്നില്ലേ, ഈശോ ചോര വീർത്തു പ്രാർത്ഥിച്ച ആ ഒരു സ്ഥലം, ബസിലിക്ക ഓഫ് ഗെത്സമേൻ. ഫ്രീ എൻട്രൻസ് ആണല്ലോ ഇവിടെ. പരീക്ഷണങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് യേശു ഗെത്സമേൻ തോട്ടത്തില് ശിഷ്യന്മാരുമായി പ്രാർത്ഥിക്കാൻ പോയി. ശിഷ്യന്മാരുടെ അടുത്ത് നിന്ന് കുറച്ചു മാറി പ്രാർത്ഥിച്ച ശേഷം യേശു തിരികെ വന്നപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കാണുകയും അല്പനേരം എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് യേശു വീണ്ടും പ്രാർത്ഥിക്കാൻ പോയി. അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയിൽ മുട്ടുകുത്തിക്കിടന്ന് ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു കളയണമേ, എന്നാലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് യേശു പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോയുടെ വിയർപ്പ് തുള്ളികൾ ചോരമണികളായി ഇവിടെ വീഴുന്നത്. യേശു ചോര വിയർത്തു പ്രാർത്ഥിച്ച ആ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്, ഗെത്സമേൻ തോട്ടം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യൂദാസ് പടയാളികളുമായി വന്ന് യേശുവെ സ്വസ്തി എന്ന് പറഞ്ഞ് ഈശോയെ ചുംബിച്ച് ഒറ്റിക്കൊടുക്കുന്നത്. പടയാളികൾക്ക് യേശു ആരാണെന്ന് അറിയില്ല, അവര് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് യൂദാസ് ഞാൻ ആരെ ചുംബിക്കുന്നുവോ അതാണ് എന്റെ ഗുരു എന്ന് യൂദാസ് പടയാളികളോട് പറഞ്ഞത്. അങ്ങനെ പടയാളികൾ യേശുവിനെ പിടികൂടി ബന്ധനസ്ഥനാക്കി പീലാത്തോസിന്റെ അരമനയിലേക്ക് ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. ഈ പീലാത്തോസിന്റെ അരമനയും യേശു കുരിശ് ചുമന്നുകൊണ്ട് പോയ സ്ഥലമൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകൾ കാണാട്ടോ. അപ്പോ അന്നുണ്ടായിരുന്ന ഗെത്സമേൻ തോട്ടത്തിന്റെ ഭാഗമാണ് ഈ കാണുന്നത്. യേശുവിന്റെ കാലത്തുള്ള, അതായത് 2000 വർഷം പഴക്കമുള്ള ഒലിവ് മരമാണ് ഈ കാണുന്നത്. അത് ഗ്രില്ലിട്ട് സംരക്ഷിച്ചിരിക്കുകയാണ്. ഒലിവ് മരങ്ങൾക്ക് മരണമില്ല എന്നാണ് പറയുന്നത്. മനുഷ്യൻ വെട്ടി നശിപ്പിച്ചാൽ മാത്രമേ ഒലിവ് മരങ്ങൾ നശിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒലിവ് മരങ്ങൾ നൂറ്റാണ്ടുകളോളം നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഇന്ന് ഈ തോട്ടത്തിൽ കാണുന്ന ബാക്കിയുള്ള ഒലിവ് മരങ്ങൾ 4-ാം നൂറ്റാണ്ട് മുതലുള്ളതാണ്. അതുപോലെ ഇവിടെ ഒരു പള്ളിയുണ്ട്. ഈശോ അന്ന് പ്രാർത്ഥിച്ച പാറക്കല്ലിന്റെ മുകളിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. നമ്മള് അപ്പൊ പള്ളിയുടെ ഉള്ളിലോട്ട് കയറാണ്ട. ഈ പള്ളിനെ ചർച്ച് ഓഫ് ആഗഡിൽ നിന്നും ചർച്ച് ഓഫ് ഓൾ നേഷൻസ് എന്നും പറയും. ഇതിനുള്ളിൽ നിശബ്ദമായിട്ട് വേണം ഇരിക്കാനായിട്ട്. അധികം സംസാരിക്കാൻ പറ്റില്ല, ഒച്ചയിൽ സംസാരിക്കാൻ പറ്റില്ല. നമ്മുടെ തലയിലെ ക്യാപ്പൊക്കെ ഊരണമെന്ന് താഴത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ പള്ളിയുടെ അൾത്താരയിൽ ഒരു പാറ കാണാം. അപ്പൊ യേശു ഈ ഗെത്സമേൻ തോട്ടത്തില് പാറയിൽ കിടന്നാണ് കരഞ്ഞ് പ്രാർത്ഥിച്ചത്. അപ്പൊ അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രദേശത്തുണ്ടായിരുന്ന പാറയാണ് അവിടെ ഈ അൾത്താരയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ താഴത്ത് കാണുന്ന മൊസൈക്കുകളുണ്ടോ, ഒരു ബൈസന്റെയും കാലഘട്ടത്തിലുള്ള മൊസൈക്കാണ്. അതായത് ഹെലൻ രാജ്ഞി പണിത പള്ളിയിലുണ്ടായിരുന്ന അതേ മൊസൈക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പള്ളിയുടെ മറ്റ് സൈഡുകളിലും ആ പാറ കഷ്ണങ്ങൾ കാണാം കേട്ടോ, ആ പാറയുടെ ഭാഗങ്ങൾ കാണാം. ഈ പള്ളി നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ഗോൾഡൻ ഗേറ്റ് കാണാം. യേശു ജെറുസലേം പട്ടണത്തിലേക്ക് കടന്ന ആ ഒരു കവാടം. ഈ തോട്ടത്തിൽ മുഴുവനും ഒലിവ് മരങ്ങളാണ്. ഈ ഒലിവ് സമാധാനത്തിന്റെയും സഹനത്തിന്റെയും ചിഹ്നമാണ്. ഈ മരത്തിലുണ്ടാവുന്ന ഒലിവ് കായ ചതച്ചിട്ടാണ് ഒലിവ് ഓയിൽ ഉണ്ടാക്കുന്നത്. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒലിവ് മരങ്ങളാണ്. ഒലിവ് മരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒലിവ് മരങ്ങൾക്ക് സ്വാഭാവിക മരണമില്ല. മനുഷ്യൻ വെട്ടി നശിപ്പിച്ചാൽ മാത്രമേ ഒലിവ് മരം മരിച്ചു പോവുള്ളൂ. അങ്ങനെ ഒരുപാട് ആയുസ്സുള്ള ഒലിവ് മരങ്ങളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കിത് മനസ്സിലാവും ഇത്രയും നൂറ്റാണ്ടുകളായിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും കാലപ്പഴക്കമുള്ള ഒലിവ് മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതെന്ന്. കൾട്ടിവേറ്റ് ചെയ്ത് വെട്ടി നിർത്തുകയൊക്കെ ചെയ്യും, പക്ഷെ ഒരിക്കലും വേരോടുകൂടി ഒലിവ് മരം നശിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ലോകത്തിലേക്ക് ഏറ്റവും രോഗപ്രതിരോധ ശേഷിയുള്ള മരമാണ് ഒലിവെന്ന്. ഒലിവിന്റെ ഇല, കായ, വേര്, തടി എല്ലാം ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഞാൻ ഇവിടെ ഗെത്സമേൻ തോട്ടത്തിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ ഇവിടെ ഗെത്സമേൻ തോട്ടത്തിൽ കയറുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന എൻ്റെതായ ഒരു ചിന്തയുണ്ട്. ഈ ഒലിവെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരുപാട് ഔഷധ ഗുണമുള്ള ലോകത്തിലേക്ക് ഏറ്റവും രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു കായാണ്. ഈ ഒലിവ് ചക്കിൽ അരഞ്ഞ് ചതഞ്ഞ് നീരാവുമ്പോഴാണ് അതൊരു ഔഷധ ഗുണമുള്ള വസ്തുവായിട്ട് മാറുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈശോയ്ക്കും അറിയാമായിരുന്നു തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് താൻ ചതഞ്ഞരഞ്ഞ് ബലിയായി തീരാൻ പോവുകയാണ്. അപ്പൊ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഒലിവ് മരങ്ങൾ ഉണ്ടായിരുന്നു. ഒലിവ് കായകൾ അവിടെയൊക്കെ വീണ് കിടന്നിട്ടുണ്ടാവാം. ഇവിടെ ഒരു കല്ലിൽ കമിഴ്ന്ന് കിടന്നാണ് ഈശോ പ്രാർത്ഥിച്ചത്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു കളയണമേ, എന്നാൽ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഈശോയുടെ ചോരത്തുള്ളികൾ ഈ മണ്ണിൽ വീണു എന്നും, അപ്പൊ ഈശോയുടെ ചോരത്തുള്ളികൾ ഏറ്റുവാങ്ങിയ മണ്ണാണ് ഇവിടുത്തേത്. അതുപോലെ തന്നെ ഈശോയുടെ കണ്ണീര് ഏറ്റുവാങ്ങിയ മണ്ണാണ്. ഇവിടെ വെച്ചാണ് യൂദാസ് സ്നേഹചുംബനത്താൽ ഈശോയെ ഒറ്റുകൊടുത്തത്. ഇവിടെ നിന്നുമാണ് ഈശോയെ ബന്ധനസ്ഥനാക്കി പീലാത്തോസിന്റെ അരമനയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇനി പീലാത്തോസിന്റെ അരമനയിലേക്കാണ് പോകാൻ പോകുന്നത്.